ഓം ശാന്തി 1-2-2014. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, ആത്മാഭിമാനി സ്ഥിതിയാണ് വിശ്വത്തിന്റെ അധികാരിയാക്കുന്നത്. ദേഹാഭിമാനി സ്ഥിതി നിങ്ങളെ ദരിദ്രനാക്കി മാറ്റും. അതുകൊണ്ട് ആത്മാഭിമാനിയായി ഭവിക്കട്ടെ. ചോദ്യം: ഏതൊരഭ്യാസമാണ് അശരീരിയാകുന്നതിൽ വളരെ സഹായിക്കുന്നത്? ഉത്തരം: സ്വയം അഭിനേതാവാണെന്ന് മനസ്സിലാക്കൂ. എങ്ങനെയാണോ അഭിനേതാവ് അഭിനയം പൂർത്തിയായി കഴിഞ്ഞാൽ തന്റെ വസ്ത്രം അഴിച്ചുവെക്കുന്നത്, അതുപോലെ നിങ്ങൾ കുട്ടികൾക്കും അഭ്യാസം ചെയ്യണം. കർമ്മം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ തന്റെ പഴയ ശരീരം, അതായത് ദേഹബോധമാകുന്ന വസ്ത്രം മാറ്റി അശരീരി സ്ഥിതിയിലേക്ക് വരൂ. ആത്മാക്കളായ നമ്മൾ സഹോദരങ്ങളാണ്. ഈ അഭ്യാസം ചെയ്തുകൊണ്ടേയിരിക്കൂ. ഈ അഭ്യാസത്തിലൂടെയാണ് പാവനമാകുന്നതിനുള്ള എളുപ്പമാർഗം. ശരീരത്തിനെ നോക്കുന്നതിലൂടെ വികാരി ചിന്തകൾ ഉണ്ടാകും. അതുകൊണ്ട് മക്കൾ അശരീരിയായി ഭവിക്കട്ടെ. ഓം ശാന്തി. ബാബയിരുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. എന്തുകൊണ്ടെന്നാൽ വളരെ കുട്ടികൾ വിവേകശൂന്യരായി മാറിയിരിക്കുന്നു. 5000 വർഷങ്ങൾക്ക് മുൻപും നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കി തന്നിരുന്നു. ദൈവിക കർമ്മങ്ങളും പഠിപ്പിച്ചു തന്നിരുന്നു. നിങ്ങൾ ദേവീ ദേവതാ ധർമ്മത്തിലായിരുന്നു. പിന്നീട് ഡ്രാമ പ്ലാൻ അനുസരിച്ച് പുനർജന്മങ്ങളെടുത്ത് കലകൾ കുറഞ്ഞ് ഇപ്പോൾ ഈ കലിയുഗം എത്തിയപ്പോഴേക്കും മക്കൾ കലാരഹിതരായി, അതായത് ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതുതന്നെയാണ് തമോ പ്രധാന രാവണരാജ്യം. ഈ രാവണരാജ്യവും ആദ്യം സതോ പ്രധാനമായിരുന്നു. പിന്നീട് സതോ രജോ തമോ ആയി. ഇപ്പോഴാണെങ്കിലോ തീർത്തും തമോ പ്രധാനം. ഇപ്പോൾ തമോ പ്രധാന ലോകത്തിന്റെ അവസാന സമയമാണ്. രാവണരാജ്യത്തെ തന്നെയാണ് ആസുരീയ രാജ്യമെന്നും പറയുന്നത്. ബാബ പറയാണ്, മക്കളെ, രാവണനെ കത്തിക്കുന്ന ഫാഷനുള്ളതും ഭാരതത്തിലാണ്. രാമരാജ്യമെന്നും രാവണരാജ്യമെന്നും ഭാരതവാസികൾ തന്നെയാണ് പറയുന്നത്. രാമരാജ്യം ഉണ്ടായിരുന്നത് സത്യുഗത്തിലാണ്. കലിയുഗത്തിൽ രാവണരാജ്യമാണ്. ഇത് നന്നായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബാബയ്ക്ക് അത്ഭുതം തോന്നുന്നു. എന്റെ നല്ല നല്ല കുട്ടികൾ പോലും ബാബ നൽകുന്ന ജ്ഞാനം പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കാത്തത് കാരണം തന്റെ ഭാഗ്യരേഖയ്ക്ക് മേലെ വരയിടുന്നു. രാവണന്റെ അവഗുണങ്ങൾ ശോഭിക്കുന്നു. ദൈവിക ഗുണങ്ങളെ സ്വയം വർണ്ണിക്കുന്നുമുണ്ട്. ബാബ മനസ്സിലാക്കി തരികയാണ്, മക്കളെ, ദൈവിക ഗുണങ്ങൾ നിങ്ങൾ വർണ്ണിക്കുന്ന ദേവതകളുടെ അതേ ഗുണങ്ങൾ നിങ്ങളിലും ഉണ്ടായിരുന്നു. നിങ്ങൾ ആ ദേവതകളായിരുന്നു. നിങ്ങൾ തന്നെയാണ് 84 ജന്മം എടുത്തത്. നിങ്ങൾക്ക് ബാബ വ്യത്യാസം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് തമോ പ്രധാനമായി? ഇത് രാവണരാജ്യമാണ്. രാവണനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. രാവണൻ തന്നെയാണ്, അതായത് വികാരങ്ങൾ തന്നെയാണ് ഈ ഭാരതത്തെ ഇത്രയും തമോ പ്രധാനമാക്കി മാറ്റിയത്. രാമരാജ്യത്തിൽ ഇത്രയും മനുഷ്യരും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ധർമ്മമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയാണെങ്കിലോ എല്ലാവരിലും വികാരങ്ങളുടെ ഭൂതം കയറിയിരിക്കുകയാണ്. ക്രോധം, ലോഭം, മോഹം എന്തെല്ലാം ഭൂതങ്ങളാണ്. നമ്മൾ അവിനാശിയായ ആത്മാവാണ്. ശരീരം വിനാശിയാണ്. ഇതെല്ലാവരും മറന്നുപോയിരിക്കുന്നു. ആത്മാഭിമാനിയാകുന്നതേയില്ല കുട്ടികൾ. ദേഹാഭിമാനത്തിലേക്ക് വളരെയധികം വരുന്നു. ദേഹാഭിമാനവും ആത്മാഭിമാനവും തമ്മിൽ രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസമുണ്ട്. ആത്മാഭിമാനികളായ ദേവീദേവന്മാർ മുഴുവൻ വിശ്വത്തിലും അധികാരികളായിരുന്നു. ദേഹാഭിമാനിയാകുന്നതിലൂടെ കുട്ടികൾ യാചകനായി. ഭാരതം സ്വർണപക്ഷിയായിരുന്നു. എന്നാൽ ഇതിന്റെ അർത്ഥമൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. ബുദ്ധിയെ ദൈവീകമാക്കുന്നതിനായി ശിവബാബ വരുന്നു. ബാബ പറയാണ്, എന്റെ മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. എപ്പോഴെങ്കിലും നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? ഇവർക്കാരാണ് രാജധാനി നേടിക്കൊടുത്തതെന്ന്?
ഇത്ര ഉയർന്ന പദവി നേടത്തക്ക എന്ത് കർമ്മമാണിവർ ചെയ്തതെന്ന്? കർമ്മങ്ങളുടെ കാര്യമാണല്ലോ. മനുഷ്യർ ആസുരീയ കർമ്മങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് അവയെല്ലാം വികർമ്മമാകുന്നു. സത്യുഗത്തിൽ കർമ്മം അകർമ്മമായിരിക്കും. അതിനാൽ അവിടെ കർമ്മങ്ങളുടെ കണക്കുണ്ടാകുകയില്ല. ബാബ മനസ്സിലാക്കി തരുന്നു. പക്ഷേ കുട്ടികൾ മനസ്സിലാക്കാത്തത് കാരണം വളരെയധികം വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നു. ശിവനും ശങ്കരനും ഒന്നാണെന്ന് പറയുന്നു, പക്ഷേ അങ്ങനെയല്ല. നിരാകാരനായ ശിവബാബയെ വേറെ കാണിക്കണം. ശങ്കരനെ പാർവതിയോടൊപ്പമാണ് കാണിക്കുന്നത്. രണ്ടുപേരുടെയും കർത്തവ്യം തീർത്തും വ്യത്യസ്തമാണ്. മന്ത്രിയെയും പ്രധാനമന്ത്രിയെയും എങ്ങനെ ഒന്നാണെന്ന് പറയും? രണ്ടുപേരുടെയും പദവി തികച്ചും വ്യത്യസ്തമല്ലേ? അപ്പോൾ ശിവനെയും ശങ്കരനെയും എങ്ങനെ ഒന്നാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും? രാമസമ്പ്രദായത്തിൽ വരാൻ പാർട്ടില്ലാത്തവർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല. ആസുരീയ സമ്പ്രദായത്തിൽപ്പെട്ടവർ നിന്ദ ചെയ്തുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും തരത്തിൽ ബാബയുടെ കാര്യത്തിന് വിഘ്നം ഇട്ടുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവരിൽ 5 വികാരങ്ങളുണ്ട്. ദേവതകളാണ് സമ്പൂർണ്ണ നിർവികാരികൾ. അവരുടേത് എത്ര ഉയർന്ന പദവിയാണ്. ഇപ്പോൾ മക്കൾക്കറിയാം നമ്മൾ എത്ര വികാരികളായിരുന്നു. വികാരങ്ങളിലൂടെയാണ് ജന്മം തന്നെ എടുത്തത്. സന്യാസിമാരും വികാരത്തിലൂടെ തന്നെ ജന്മമെടുക്കുന്നു, പിന്നീടാണ് സന്യാസം ചെയ്യുന്നത്. സത്യുഗത്തിൽ ഈ വികാരങ്ങളുടെ കാര്യമേ ഉണ്ടാകുകയില്ല. സന്യാസി സത്യുഗത്തെ മനസ്സിലാക്കുക പോലുമില്ല. പറയുന്നു സത്യുഗമൊന്നില്ലേ ഇല്ല. എങ്ങനെയാണോ കൃഷ്ണൻ വെളിപ്പുറത്തെത്തും, രാധയും അതുപോലെ തന്നെയാണ് എന്ന് പറയുന്നത്, അതുപോലെയാണിതും. അനേകം മതമതാന്തരങ്ങളും അനേക ധർമ്മങ്ങളുമുണ്ട്. അരക്കൽപ്പം ദൈവിക മതമാണ് നടന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയണ മക്കളെ, നിങ്ങൾ തന്നെയാണ് ബ്രഹ്മ മുഖവംശാവലി. പിന്നീട് നിങ്ങൾ വിഷ്ണു വംശത്തിലേക്ക് പോകും, ചന്ദ്രവംശിയുമാകും. അത് രണ്ടും വംശമെന്ന് പറയും. ബ്രാഹ്മണ കുലം എന്നാണ് പറയുന്നത്. ബ്രാഹ്മണ വംശം എന്ന് പറയില്ല. കാരണം ബ്രാഹ്മണ കുലത്തിൽ രാജ്യമില്ല. ദേവതാ വംശത്തിൽ പോകുമ്പോഴാണ് നിങ്ങൾക്ക് രാജ്യം കൂടി കിട്ടുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിൽ തന്നെ, അതായത് ബ്രാഹ്മണരിൽ തന്നെ കുറച്ചുപേർ മാത്രമേ ബാബ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുള്ളൂ. ചിലർക്കാണെങ്കിൽ ഈ ജ്ഞാനമൊന്നും ശരിയായി മനസ്സിലാകുന്നതേയില്ല. കാരണം കുട്ടികളിൽ ഏതെല്ലാമോ തരത്തിലുള്ള ഭൂതങ്ങളുണ്ട്. ചിലർക്ക് ലോഭം, അതായത് ആർത്തിയുടെ ഭൂതമാണ്. ചിലരിൽ ക്രോധത്തിന്റെ ഭൂതമാണ്. സത്യുഗത്തിൽ ഒരു ഭൂതവും ഉണ്ടായിരിക്കില്ല കുട്ടികളെ. സത്യുഗത്തിൽ നിങ്ങൾ ദേവതകളാണ്, വളരെ സുഖികളായിരിക്കും. ഈ വികാരി ഭൂതങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോഴാണ് അതിലൂടെ ദുഃഖം ഉണ്ടാകുന്നത്. കാമവികാരത്തിന്റെ ഭൂതം ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ദുഃഖം നൽകും. അതിനാൽ കുട്ടികൾ വളരെയധികം പരിശ്രമിക്കണം ഈ ആദ്യത്തെ വികാരത്തെ ജയിക്കാൻ. പക്ഷേ ഈ ദുർവികാരത്തെ ജയിക്കുന്നത് ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നതുപോലെ അത്ര എളുപ്പവുമല്ല. ബാബ പറയുകയാണ്, മക്കളെ, സഹോദരി സഹോദരൻ എന്ന് മനസ്സിലാക്കി പരസ്പരം ജീവിച്ചാൽ വികാരി ദൃഷ്ടി വരില്ല. ഓരോ കാര്യത്തിനും ധൈര്യം വേണം. ചിലർ നിങ്ങളോട് പറയും, വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൂ. അത് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ധൈര്യം വേണം. നിങ്ങൾ നിങ്ങളുടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കണം. നിങ്ങൾ കുട്ടികൾ കോടി മടങ്ങ് ഭാഗ്യശാലികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കാണുന്നതെല്ലാം ഇല്ലാതാകും. എല്ലാം മണ്ണിൽ ചേരാനുള്ളതാണ്. ചില കുട്ടികൾ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. ചിലരാണെങ്കിൽ ധൈര്യം കാണിക്കുന്നുണ്ട്, പക്ഷേ കുറച്ചു കഴിഞ്ഞതിന് ശേഷം തോറ്റുപോകുകയും ചെയ്യുന്നു. ബാബ ഓരോ കാര്യത്തിലും മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും ചെയ്തില്ലെങ്കിൽ ശരിയായ യോഗമില്ലാത്തവരാണ് എന്ന് ബാബ മനസ്സിലാക്കും. ഭാരതത്തിന്റെ പ്രാചീന യോഗം വളരെ പ്രസിദ്ധമാണ്. ഈ യോഗത്തിലൂടെ തന്നെയാണ് നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയാകുന്നത്. പഠിപ്പ് തന്നെയാണ് വരുമാനത്തിനുള്ള ഉറവിടം. സഹോദരി സഹോദര ബന്ധത്തിൽ പോലും ബുദ്ധി വ്യതിചലിക്കുന്നു. അതുകൊണ്ടാണ് ബാബ ഈ സഹോദരി സഹോദരൻ എന്ന സ്ഥിതിക്കും ഉപരി
ആത്മ ഭൈ ഭൈ, അതായത് ആത്മസഹോദരങ്ങൾ എന്ന സ്ഥിതിയിലേക്ക് ഉയരൂ എന്ന് പറയുന്നത്. നമ്മളെല്ലാം ആത്മസഹോദരങ്ങളാണ്. ഇതല്ലാതെ മറ്റൊരു ദൃഷ്ടി പരസ്പരം ഉണ്ടാകരുത്. ശരീരത്തെ കാണുമ്പോഴാണ് വികാരി ചിന്തകൾ വരുന്നത്. അതിനാൽ പാപ പറയുന്നു, മക്കളെ, അശരീരി ഭവ, ദേഹി അഭിമാനി ഭവ. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ആത്മാവ് അവിനാശിയാണ്. ശരീരം കൊണ്ട് പാർട്ടഭിനയിച്ചു. ഇപ്പോൾ ശരീരത്തിൽ നിന്ന് വേറിടണം. സാധാരണ നാടകത്തിലെ അഭിനേതാക്കൾ അഭിനയഭാഗം പൂർത്തിയാകുമ്പോൾ വസ്ത്രം മാറുന്നു. ഇപ്പോൾ നിങ്ങൾക്കും ഈ പഴയ ശരീരമാകുന്ന വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം അണിയണം. ഈ സമയം ആത്മാവ് തമോപ്രധാനമാണ്. അതിനാൽ ശരീരവും തമോപ്രധാനമാണ്. ബാബ പറയണം, മക്കളെ, തമോപ്രധാന ആത്മാവിന് മുക്തിയിലേക്ക് പോകാൻ കഴിയില്ല. പവിത്രമാകണം, എങ്കിലേ പോകാൻ കഴിയൂ. അപവിത്ര ആത്മാവിന് തിരിച്ചു പോകാനും സാധിക്കില്ല. ഇന്നാത്മാവ് ബ്രഹ്മത്തിൽ പോയി ലയിച്ചു എന്നെല്ലാം ആൾക്കാർ പറയും. പക്ഷെ അതെല്ലാം അസത്യമാണ്. ഒരാൾക്കും തിരിച്ച് വീട്ടിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. ബ്രഹ്മലോകത്തിലും എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ തന്നെ പോയിരിക്കണം. നിങ്ങൾ ബ്രാഹ്മണ കുട്ടികൾക്ക് ഇതെല്ലാം അറിയാം. ഗീതയിൽ നിങ്ങൾ ബ്രാഹ്മണരുടെ പേരൊന്നും കാണിച്ചിട്ടില്ല. പ്രജാപിത ബ്രഹ്മാവിന്റെ ശരീരത്തിൽ പ്രവേശിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ബ്രഹ്മാവിലൂടെ നിങ്ങൾ മക്കളെ ദത്തെടുക്കണമല്ലോ. സാധാരണ ബ്രാഹ്മണർ ഇന്ന് വികാരികളാണ്. പക്ഷേ നിങ്ങൾ ബ്രഹ്മാമുഖവംശാവലി ബ്രാഹ്മണരെ ബാബ നിർവികാരികളാക്കി മാറ്റുന്നു. നിർവികാരിയാകുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും. കാരണം നിർവികാരിയായി ജീവിക്കണമെങ്കിൽ പലതും സഹിക്കണം. ചിലർക്ക് ചിലരുടെ ശരീരം കാണുമ്പോൾ നാമരൂപത്തിന്റെ ആകർഷണം വന്ന് വികാരി ചിന്തകൾ വരുന്നു, വികൽപ്പങ്ങൾ ഉണ്ടാക്കുന്നു. സഹോദരി സഹോദരൻ എന്ന ബന്ധത്തിൽ കണ്ടിട്ടുപോലും ചിലർ വികാരങ്ങൾക്ക് വശംവദരാകുന്നു. എഴുതുന്നു, ബാബ, ഞങ്ങൾ വീണുപോയി, ഞങ്ങളുടെ മുഖം കറുത്തുപോയി, ഞങ്ങൾ വികാരത്തിന് വശംവദരായി. ബാബ പറയുന്നു, ഓ, സഹോദരി സഹോദരൻ എന്ന ദൃഷ്ടികോണിൽ ജീവിക്കൂ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ സഹോദരി സഹോദരൻ എന്ന് പറഞ്ഞു നടന്നിട്ട് ഇത്ര മോശമായ പ്രവൃത്തി ചെയ്തില്ലേ? വികാരങ്ങളിൽ വീണില്ലേ? അതിന് പിന്നീട് കടുത്ത ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയാണോ ആരെയെങ്കിലും കൊന്നാൽ അവരെ ജയിലിൽ ഇട്ട് ശിക്ഷിക്കുന്നത്, അതേപോലെ നിങ്ങൾക്കും തെറ്റ് ചെയ്തതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഞാൻ ഭാരതം പവിത്രമാക്കി മാറ്റിയിരുന്നു. പവിത്രമായ ഭാരതത്തിന്റെ പേര് തന്നെ ശിവാലയം എന്നാണ്. പക്ഷെ ഈ ജ്ഞാനം ആരിലുമില്ല. ബാക്കി എന്തെല്ലാം ശാസ്ത്രങ്ങളുണ്ടോ അവയെല്ലാം ഭക്തി മാർഗത്തിലെ പുസ്തകങ്ങളാണ്. സത്യുഗത്തിൽ എല്ലാവരും സദ്ഗതിയിലായിരിക്കും. അതുകൊണ്ട് അവിടെ പുരുഷാർത്ഥം ചെയ്യേണ്ടതില്ല. എന്നാൽ കലിയുഗത്തിൽ എല്ലാവരും ദുർഗതിയിലാണ്. അതുകൊണ്ട് ഗതി സദ്ഗതിക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്യുന്നു. ഗംഗയിൽ സ്നാനം ചെയ്യാനായി പോകുന്നുണ്ട്. പക്ഷേ കുട്ടികളെ, ഗംഗാ സ്നാനം കൊണ്ട് നിങ്ങൾക്ക് സദ്ഗതി ഉണ്ടാകുമോ? ഗംഗയിലെ വെള്ളം നിങ്ങളെ പാവനമാക്കുമോ? ഇതൊന്നും ആർക്കും അറിയുന്നില്ല. നിങ്ങളിൽ പോലും സംഖ്യാക്രമം അനുസരിച്ചാണ് കുട്ടികളുടെ സ്ഥിതി. ചിലർക്കൊന്നും മനസ്സിലാകുന്നില്ല. സ്വയം മനസ്സിലാക്കാത്തവർ മറ്റുള്ളവർക്ക് എന്ത് മനസ്സിലാക്കി കൊടുക്കാനാണ്? അതുകൊണ്ട് ബാബ അവരെ സേവനങ്ങൾക്ക് അയക്കില്ല. പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബാബ, അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ ശ്രീമതത്തിലൂടെ നടന്ന ദേവതയാകും. ദേവതകൾ കഴിയുന്നത് സത്യുഗത്തിലും ത്രേതായുഗത്തിലുമാണ്. ഇവിടെയാണെങ്കിൽ ഏറ്റവും അധികം കാമവികാരത്തിലാണ് കുട്ടികൾ കുടുങ്ങിയിരിക്കുന്നത്. ഈ ദുർവികാരം കൂടാതെ ജീവിക്കാനേ ചിലർക്ക് കഴിയുന്നില്ല. ഈ വികാരം ചിലർക്ക് മാതാപിതാവിന്റെ സ്വത്തുപോലെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. കുട്ടികളെ, നിങ്ങൾക്ക് ബാബ രാമന്റെ സ്വത്ത് തരാൻ വന്നിരിക്കുകയാണ്. രാമന്റെ സ്വത്ത് പവിത്രതയാണ്. അവിടെ സത്യുഗ ലോകത്തിൽ വികാരത്തിന്റെ കാര്യമേ ഉണ്ടായിരിക്കില്ല. ഭക്തർ പറയുന്നുണ്ട്, കൃഷ്ണ ഭഗവാൻ
നിങ്ങൾക്ക് ശ്രീകൃഷ്ണന്റെ 84 ജന്മങ്ങളെയും മനസ്സിലാക്കി തന്നു കഴിഞ്ഞു. ഭഗവാൻ നിരാകാരനാണ്. പേര് ശിവൻ എന്നാണ്. ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു. കുട്ടികളോട് ബാബയ്ക്ക് ദയയുണ്ട്. ദയാഹൃദയനല്ലേ അച്ഛൻ? എത്ര നല്ല വിവേകശാലിയായ കുട്ടിയാണ് ബ്രഹ്മബാബ. ആരിലാണോ ജ്ഞാനത്തിന്റെയും യോഗത്തിന്റെയും ശക്തിയുള്ളത് അവർ എല്ലാവരെയും ആകർഷിക്കും. എഴുത്തും പഠിപ്പുമെല്ലാം ഉള്ളവർ നല്ല സത്കാരം മറ്റുള്ളവരിൽ നിന്ന് നേടും. പഠിപ്പില്ലാത്തവരെ ആരും സൽക്കരിക്കില്ല. ഇതാണെങ്കിൽ അറിയാം, ഈ സമയത്ത് എല്ലാവരും ആസുരീയ സമ്പ്രദായത്തിൽപ്പെട്ടവരാണ്. പക്ഷേ ഒന്നും കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. ശിവന്റെയും ശങ്കരന്റെയും വ്യത്യാസം വളരെ വ്യക്തമാണ്. ശിവബാബ മൂലവദനത്തിലാണ്, ശങ്കരനെ കാണിക്കുന്നത് സൂക്ഷ്മവദനത്തിലാണ്. എങ്ങനെ രണ്ടാളും ഒന്നാകും? ഇത് തമോപ്രധാന ലോകമാണ്. ആസുരീയ സമ്പ്രദായത്തിലെ ശത്രു രാവണനാണ്. രാവണൻ എല്ലാവരെയും തനിക്ക് സമാനമാക്കുന്നു. ഇപ്പോൾ ബാബ നിങ്ങളെ ബാബയ്ക്ക് സമാനം ദൈവിക സമ്പ്രദായമാക്കി മാറ്റുന്നു. സത്യുഗത്തിൽ രാവണനുണ്ടാകില്ല. അരക്കൽപ്പം രാവണനെ കത്തിക്കും. രാമരാജ്യം സത്യുഗമാണ്. ഗാന്ധിജിയും ആഗ്രഹിച്ചിരുന്നു രാമരാജ്യം തയ്യാറാക്കണം. എന്നാൽ ബാബ ചോദിക്കുകയാണ്, മക്കളെ, ഗാന്ധിജിക്ക് അതെങ്ങനെ ചെയ്യാൻ കഴിയും? അദ്ദേഹം ആത്മാഭിമാനിയാകാനുള്ള ശിക്ഷണം ആർക്കും നൽകിയില്ലല്ലോ. ബാബ മാത്രമാണ് സംഗമയുഗത്തിൽ വന്ന് മക്കളോട് പറയുന്നത്, ആത്മാഭിമാനിയാകൂ. സംഗമയുഗമാണ് ഉത്തമനാകുന്നതിനുള്ള യുഗം. ബാബ എത്ര സ്നേഹത്തോടെയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും എത്ര സ്നേഹത്തോടെ ബാബയെ മക്കൾ ഓർമ്മിക്കണം. ബാബ, അങ്ങയുടേത് അത്ഭുതമാണ്. ഞങ്ങൾ എത്ര കല്ലുബുദ്ധിയായിരുന്നു. അങ്ങ് ഞങ്ങളെ എത്ര ഉയർന്നതാക്കി മാറ്റുന്നു. ഞങ്ങൾ അങ്ങയുടെ നിർദ്ദേശത്തിലൂടെ അല്ലാതെ മറ്റാരുടെയും നിർദ്ദേശപ്രകാരം നടക്കില്ല. അവസാനം എല്ലാവരും പറയും, ശരിക്കും ഈ ബ്രഹ്മകുമാരന്മാരും ബ്രഹ്മകുമാരിമാരും ദൈവീക മതത്തിലൂടെയാണ് ജീവിച്ചിരുന്നത്. എത്ര നല്ല നല്ല കാര്യങ്ങളാണ് ഇവർ കേൾപ്പിക്കുന്നത്. സൃഷ്ടിയുടെ ആദിമധ്യാന്ത്യത്തിന്റെ പരിചയം നൽകുന്നു. എല്ലാവരുടെയും സ്വഭാവത്തെ നല്ലതാക്കി മാറ്റുന്നു. ഇങ്ങനെ എല്ലാവരും അവസാനമാകുമ്പോൾ പറയും, അച്ഛാ, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം, ദൃഷ്ടിയെ ശുദ്ധവും പവിത്രവുമാക്കുന്നതിനു വേണ്ടി ഒരു വ്യക്തികളുടെയും നാമത്തിലോ രൂപത്തിലോ നോക്കാതെ അശരീരിയാകുന്നതിനുള്ള അഭ്യാസം ചെയ്യണം. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ആത്മസഹോദരങ്ങളോട് സംസാരിക്കണം. സർവരുടെയും സൽക്കാരം പ്രാപ്തമാക്കുന്നതിനു വേണ്ടി ജ്ഞാനയോഗത്തിന്റെ ശക്തി ധാരണ ചെയ്യണം. ദൈവിക ഗുണങ്ങളാൽ സമ്പന്നരാകണം. സ്വഭാവം നല്ലതാക്കുന്നതിനു വേണ്ടി ഈശ്വരീയ സേവനങ്ങൾ ചെയ്യണം. വരദാനം: സ്വരാജ്യത്തിന്റെ സംസ്കാരത്തിലൂടെ ഭാവിയിലെ രാജ്യാധികാരം പ്രാപ്തമാക്കുന്ന ഭാഗ്യവാൻ ആത്മാ ഭവ. വളരെ കാലത്തെ സ്വരാജ്യ അധികാരിയായി ജീവിക്കുന്ന സംസ്കാരം വളരെ കാലം ഭാവിയിലും രാജ്യാധികാരിയാക്കും. അഥവാ വീണ്ടും വീണ്ടും കർമ്മേന്ദ്രിയങ്ങൾക്ക് വശീഭൂതമാകുന്നു എങ്കിൽ, അതായത് കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ അധികാരത്തിന്റെ സംസ്കാരം ഇല്ല എങ്കിൽ, രാജ്യ അധികാരികളുടെ രാജ്യഭാഗ്യവും കുറയും. രാജ്യഭാഗ്യം ഉണ്ടാകില്ല. അതുകൊണ്ട് ജ്ഞാനത്തിന്റെ ദർപ്പണത്തിൽ സ്വന്തം ഭാഗ്യത്തിന്റെ മുഖം നോക്കൂ. വളരെ കാലത്തെ അഭ്യാസത്തിലൂടെ തന്റെ വിശേഷ സഹയോഗി കർമ്മചാരികൾ, അതായത് കർമ്മേന്ദ്രിയങ്ങളാകുന്ന ജോലിക്കാരെ, ഈ രാജ്യത്തിലെ നടത്തിപ്പുകാരെ കൂട്ടുകാരാക്കി മാറ്റൂ. അതായത് കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ നിയന്ത്രണം കൊണ്ടുവരൂ, അധികാരം നേടൂ, കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവായി മാറൂ. അപ്പോൾ പറയാം, താങ്കൾ ഭാഗ്യവാനായ
ആത്മാവാണ്. ഇപ്രകാരം സ്വന്തം കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ അധികാരം പ്രാപ്തമാക്കി ആ സംസ്കാരം വളരെ കാലം ഉണ്ടെങ്കിലേ ഭാവിയിലും രാജ്യാധികാരം പ്രാപ്തമാക്കുന്ന ഭാഗ്യവാനായ ആത്മാവായി ഭവിക്കുകയുള്ളൂ. ശ്ലോകൻ: സകാശ് നൽകുന്നതിനുള്ള സേവനം. സകാശർത്ഥം സൂക്ഷ്മ കറണ്ട്. സൂക്ഷ്മമായ ശക്തി കറണ്ട് നൽകുന്ന സേവനം ചെയ്യുന്നതിനു വേണ്ടി പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയെ പുറത്തു കൊണ്ടുവരും. ഓം ശാന്തി.